മൂസ ആരാത്? മൂസ് ഓയ് മൂസ ആ ദിവാകരേട്ടനോ? ദിവാകരേട്ടനെ കാണുമ്പോഴാണ് 1-ാം തീയതി ഓർമ്മ വരിക. അക്കാര്യത്തിൽ ഞാൻ കീറി കൃത്യ. അതിന് കായ് ആയില്ലല്ലോ ദിവാകരേട്ട. എന്നാ പിന്നെ വാടകയാകുന്നവരെ ഞാനിവിടെ കുത്തിരിക്കാം. അല്ലെങ്കിൽ എന്റെ പോലെയാണല്ലോ, അകത്ത് കയറി പാർപ്പൊക്കെ തുടങ്ങാം. ദിവാകരേട്ടാ 1-2 ദിവസം നിങ്ങൾ കാത്തുന്നൂടെ? എല്ലാ ദിവസവും ഇവിടെ കയറി വരലല്ലേ എന്റെ പണി. ഒരു കാര്യം ചെയ്യട്ടല്ലേ ദിവാകരേട്ടെ, നിങ്ങളിപ്പോ പോയിട്ട് 5-ാം തീയതി ആകുമ്പോ വന്നോട്ടെ അല്ലേ? അന്നപ്പോഴത്തെ പൈസ ശരിയാക്കാം. ആയില്ലെന്നല്ല, 1-ാം തീയതി കൃത്യമായിട്ട് പൈസ തരുന്ന പാർട്ടിക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നല്ലേ പാത്തുമ്മ? പൈസ കയ്യിലായിട്ടില്ല ദിവാകരേട്ട, അതുകൊണ്ടല്ലേ. മൂസയ്ക്ക് ഒരു നിധി കിട്ടിയിരുന്നല്ലോ, അത് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തോ അതോ അത്യാവശ്യത്തിനുള്ള വക പുരലെടുത്ത് വെച്ചോ? നമ്മള് 5 അതിന്റെ എടുത്തില്ല. 2 ലക്ഷം ഉണ്ടെന്നാ SI എന്നോട് പറഞ്ഞ്. എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട, എനിക്ക് എന്റെ വാടക കൃത്യമായിട്ട് കിട്ടിയാ മതി. അതിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യ, ഒന്ന് അങ്ങോട്ടില്ല ഒന്ന് ഇങ്ങോട്ടില്ല. പൈസ കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് എത്തിക്ക ദിവാകരേട്ട. പോലീസിൽ ഏൽപ്പിച്ചപ്പോ പണം പോയി, ആരും അന്വേഷിച്ചു വരാനില്ലാത്തതുകൊണ്ട് പത്രത്തിൽ പണം വരാനുള്ള ചാൻസും പോയി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ വിദ്യകൾ ഉണ്ടാവോ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് പാത്തുമ്മ. നാടൊട്ടുക്ക് നട്ടുച്ചയായിട്ടും ഇവനിപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഞാൻ അറിഞ്ഞ 5-ാം തീയതി ആകുമ്പോ ഞാൻ പിന്നെയും വരും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി പാത്തുമ്മ. അയാൾ എന്താ പറഞ്ഞ നീ കേട്ടല്ലേ? പത്രത്തിൽ പോട്ടം വരാൻ വേണ്ടിട്ട് ആ 2 ലക്ഷം ഉറുപ്പിക താർക്കൊണ്ടേ കൊടുത്തേ. നിങ്ങൾ ഇളിച്ചു നിൽക്കുന്ന തിരുമോന്തന്റെ ഫോട്ടോ ആ പത്രത്തിൽ വന്നാ പിറ്റേന്ന് നിങ്ങൾ അതുകൊണ്ട് മീൻ പറഞ്ഞു കൊടുക്കൂലേ? 4 ആളെ മുന്നിൽ നല്ലോണാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം. അത് പേര് വരാനും ഫോട്ടോ വരാനും നല്ല പാത്തോ നമ്മളെ കൊടുത്ത്. അതിന്റെ ഉടമസ്ഥനോടുള്ള സ്നേഹം കൊണ്ടായിട്ട് നിങ്ങൾ ആ കൊണ്ടേ കൊടുത്തേ. കാട്ടം പെരുക്കി നിൽക്കും മകൾ ഒലക്കമല്ല ഒരു സ്ഥലത്താവോ? നമ്മളെ കയ്യിൽ നിന്നാണ് ഇത്രയും പൈസ പോയതെങ്കിലോ? നമ്മളെ കയ്യില് 2 ലക്ഷം ഉറുപ്പിക ഇട്ടിട്ടാണല്ലോ നമ്മൾക്ക് നടക്കണേ. ഏടെ പോകുമ്പോ ഒന്നാക്കിച്ചാ 2 ലക്ഷം ഉറുപ്പിക ഉണ്ടാണ്ടേ. നിങ്ങളൊന്ന് പോയി. കായ് അഡ്വാൻസ് ഉണ്ടാക്കുന്നവർക്കാണ് അത് മനസ്സിലാവുള്ളൂ, എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഇവിടെ അധ്വാനിക്കില്ല, മൂക്കുമുട്ട തിന്നുറങ്ങില്ല എന്റെ പണി. ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു ചില്ലി കാശയ്ക്ക് മാണ്ട. നമ്മൾ അതല്ല പാത്തു ഉദ്ദേശിച്ചത്. ലക്ഷങ്ങൾ അഡ്വാൻസ് ഉണ്ടാക്കിയ ഒരാളെ വേർപ്പിനെ മാനിക്കണമെന്നേ നമ്മൾ പറഞ്ഞോളൂ. നിങ്ങൾ ആരെ വേർപ്പ് മാണെങ്കിലും മാനിച്ചോളി. ഈ നിങ്ങളെ പൈസക്ക് ഈ പൊരയിലേക്ക് എന്തെങ്കിലും മാങ്ങിയാൽ അത് ഞാൻ തീയിട്ട് കത്തിച്ചാളും. അപ്പൊ തീയിട്ടാലും കത്താത്ത സാധനമാണെങ്കിലോ? മാണ്ടേ മാണ്ടേ മക്കളകല്ലേ. നാത്തുവിന്റെ പണ്ടോ കൊണ്ടോട്ടിയിലെ സ്ഥലം വെച്ചിട്ടാണെങ്കിലും മാണ്ടിയില്ല, നിങ്ങൾക്ക് എടുത്തു തരണം. 5 പൊരയിലെ പൈസ എനിക്ക് വിലയുണ്ട്, ആടുള്ളവർക്കുണ്ട് വേർപ്പി. ഒരു സത്യസന്ധത കാണിച്ചതിന് ഇത്രയും വലിയ ശിക്ഷ നമുക്ക് വേണം പത്തോ? ഇച്ചിരി പൈസ ഉള്ളവർ കാണിക്കുന്ന സാധനമാണ് ഈ സത്യസന്ധത. നമുക്ക് സ്വന്തമായിട്ട് പൊരയില്ല, കടം തീർന്ന നേരമില്ല, മര്യാദക്ക് ഇടാനും ഉടുക്കാനും ഇല്ല. നോക്കി ഒരാഴ്ച ഇന്നെ ഇട്ടിടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച എടുത്ത് വെള്ളം കണ്ടില്ല. അതിന്റെ ഇടയ്ക്ക് 2 തിരുമ്മൽ തിരുമ്മിക്ക് മര്യാദക്ക് ഇടാനും ഉടുക്കാനും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലാത്തൊരു മെച്ചി വല്ലാത്തൊരു പിടപ്പൻ ഞാൻ അപ്പോ. ശരിയാക്കി തരാം ഞമ്മള്. ഇതെന്താ പത്തോ, ഇവിടെ നേതാക്കന്മാരെ കോലം കത്തിക്കാൻ പോണ്ടോ? കത്തിക്കേണ്ട നിങ്ങളെ കോലം തന്നെയാ ഈ മുറ്റത്തുനിന്ന് നമ്മളെ കോലം കത്തിച്ചിട്ട് ആര് കാണാനാ? ഈ അങ്ങാടി കൊണ്ട് കത്തിക്ക് പത്തോ, 4 ആള് കാണട്ടെ. ഈ കത്തുന്ന എന്തേത്താന്നറിയോ? അന്റെ കൽബിങ്ങനെ കോലിന് മേലെ തൂക്കി കത്തിക്കല. ഈ ആവശ്യത്തിന് കൊടുക്കാൻ നയിക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങള് വാങ്ങി തന്നെ നയിക്കാതെ, അതാണ് കത്തണത്. ഞമ്മളെ ചില്ലിക്കാശ് കൊണ്ട് വാങ്ങിയതെന്ന് അങ്ങ് മാണ്ടാന്ന് പറഞ്ഞപ്പോ ഞമ്മളത് റഷ്യൻ ഏൽപ്പിച്ച് ഓളെ സ്കോളർഷിപ്പ് കിട്ടിയപ്പോ വാങ്ങിയതാന്ന് പറഞ്ഞാ മതിയെന്നും പറഞ്ഞു. സത്യം പറഞ്ഞു നിങ്ങൾ വാങ്ങി തന്നതാണിത്. ഞാനൊരു വാക്ക് പറഞ്ഞ അത് വാക്കാണ്. അതിനിപ്പോ ഇത്രയും കടന്ന ശിക്ഷയൊക്കെ മാണ്ടിണ്ടോ? ഇന്നെന്താണ് ദിവസം? ഏപ്രിൽ 9. ഈ ദിവസത്തിന് എന്താണ് പ്രത്യേകത? ഏതെങ്കിലും മഹാമാരി മയ്യത്തായ ദിവസമാണോ? മഹാമാരി മയ്യത്തായ ദിവസം പഠിക്കാൻ ഞാൻ PSക്ക് പഠിക്കല്ലേ ഇവിടെ? പണയപ്പണ്ട് തിരിച്ചെടുക്കേണ്ട തീയതി നിങ്ങൾ മറന്നോ? അത് ഏപ്രിൽ 10 അല്ലേ? ഇന്നെന്താണ്? 9. നാളെ എന്താണ്? നാളെ 10. ഇനി എത്ര ദിവസം? ഒരു ദിവസം ഇല്ലേ? നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അല്ല, ബാങ്കുകാർ എന്ത് തീരുമാനിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. അതല്ലേ ചോദിച്ച, നിങ്ങൾ എന്ത് തീരുമാനിച്ചേ? കയ്യിലാണ് 5 പൈസ അല്ലാണ്ട് നമ്മൾ എന്ത് തീരുമാനിക്കാനാണ് പത്തോ? അപ്പൊ നിങ്ങൾ ആ പണയപ്പണ്ട് തിരിച്ചെടുക്കൂല? എടുക്കണമെന്ന് നമുക്കുണ്ട്, പക്ഷെ എന്തെങ്കിലും മായാജാലം നടക്കണം. എന്നാ ഒരു കാര്യം ചെയ്യേ, ഏതെങ്കിലും ഒരു മേജിക്കാരൻ ഈ മുറ്റത്ത് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ മേജിക്ക് നടത്തിയിട്ട് പൈസ ഉണ്ടാക്കി പണയപ്പണ്ട് എടുക്കാൻ വേണ്ടി. കളിയാക്കല്ലേ പത്തോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ഉച്ച ആകുമ്പോഴത്തേക്ക് പണയപ്പണ്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി, ഈ പൊരയ്ക്ക് ഞാൻ തീ കൊടുത്തു കത്തിച്ചാലും ഞാൻ. ദിവാകരേട്ടന്റെ പേരെയാണ് കത്തുന്ന പൊരേന്റെ പൈസ നിങ്ങൾ കൊത്തിത്തരോ?
തീരെയാണ് മൂസക്കായെ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഞാനും കുട്ടികൾ നെറ്റിക്ക് പോവുക. അല്ല അവിടെ പോയി എനിക്ക് നാത്തൂനെ കണ്ടുവരില്ലേ? നാത്തൂനോട് ഞാൻ പറയൂ, എല്ലാം ഒട്ടറിഞ്ഞിട്ടാ നമ്മൾ കൂടെ പോകുന്നേന്. ഓളോട് എന്തിനാ അതൊക്കെ പറയണത്? പണ്ടില്ലാണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലിയ മൂസക്കാനെ മാണ്ടാൻ വെച്ചിട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നെന്ന് പറഞ്ഞാല് ഓക്ക് സന്തോഷമാവും. പണ്ട് കിട്ടാത്ത ദേശവും മാറും. അന്റെ കുടുംബം കലങ്ങിയത് കേട്ടാല് എങ്ങനെയാ പത്ത് ഓള് സന്തോഷിക്കുക? ഒരു നാത്തൂന് നല്ല വരുന്നേ മറ്റേ നാത്തൂന് ഇഷ്ടമില്ല. ഉപ്പാ, എന്റെ ഉപ്പാന്റെ ഫോട്ടോ പത്രത്തില് എവിടെ? അജ്ഞാത ജഡം കണ്ടെത്തി. അതല്ല ഉമ്മ, ഇവിടെ നോക്ക്. ആ ജഡത്തിന്റെ ഫോട്ടോ കണ്ടപ്പോ നിങ്ങളെ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ മാതിരി ഉണ്ടേനി. വായിക്കും മോളെ. കളഞ്ഞു കിട്ടിയ 2 ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ച് മീൻകാരൻ മൂസ മാതൃകയായി. അത്തിക്കാട് സ്വദേശിയായ രാഘവൻ മാസ്റ്ററിന്റെ 2 ലക്ഷം രൂപയാണ് മൂസ തിരിച്ചേൽപ്പിച്ചത്. ഇതാ ഉപ്പാന് ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ. അപ്പൊ 2 ലക്ഷത്തിന്റെ ഉടമ വന്നിട്ടുണ്ടാവും. പോലീസാ വാർത്ത കൊടുത്ത്. ഓ, പത്രത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടാലൊന്നും നിന്റെ മനസ്സ് മാറൂല. ഉമ്മാക്ക് നരിക്കുന്നീന്ന് ഫോണ് അങ്ങോട്ട് കൊടുക്കത്. അങ്ങനെ എടുത്തോടി. കണ്ടല്ലേലും വെച്ചേ നാത്തൂനാ. ഞാനിപ്പോഴാ അവളെ കണ്ടത്. നാത്തൂൻ വിളിച്ച കാര്യം ഞാൻ മൂസക്കൈനോട് പറയട്ടോ. പൈസ തീർക്കണ്ടെങ്കി വെച്ച മൂസയല്ലേ ഇപ്പോഴത്തെ താരം. ക്ഷണിക്കാനാ ഞങ്ങള് വന്നത്. ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന് നാടിന് നന്മ ചെയ്തവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. മൂസയാണെന്ന് ആദരിക്കപ്പെടുന്ന ആള് അടുത്ത ആഴ്ചയാണ് പരിപാടി. ഫാത്തിമയും കുട്ടികളും എല്ലാരും വരണം. പരിപാടി നമുക്ക് ഗംഭീരാക്കണം. പിന്നെ ഇല്ലാണ്ട് വരും ഇതൊക്കെ നാടിന്റെ അഭിമാനല്ലേ? നല്ല കാര്യല്ലേ? നമ്മൾ വരും. കുറച്ച് പേരെയും കൂടി ക്ഷണിക്കാനുണ്ട്. എന്നാ ഞങ്ങള് വരട്ടെ. വിളയുമ്പോ ഒരു പുതിയ സാരി വാങ്ങണോ? ഇന്നൊന്നും വാങ്ങല്ലേ അന്നത്തേക്ക്. ശരി ശരി. ആയിക്കോട്ടെ. പത്രത്തിലൊരു ഫോട്ടോ, നാടിന്റെ ആദരവി. നിങ്ങൾക്ക് കാൽ കാച്ചിന്റെ വെള്ളമില്ലാത്തൊരു പൂച്ചട്ട് കിട്ടുമ്പോ നാത്തൂന്റെ പണ്ടം പോയി. സത്യല്ല പത്തോ ഞമ്മക്ക് വലുത്. അതല്ലേ ഞമ്മള് മുറുക്ക പിടിക്കണത്. ആ മുറുക്ക പിടിക്കുമ്പേ ജീവിതം അങ്ങോട്ട് ചോർന്നു പോവും. ഉപ്പ ഇങ്ങോട്ട് ആരോ വരുന്നുണ്ടല്ലോ. ആരാത്? പരിചയമില്ലാത്ത ആളാണല്ലോ. ആരാ മനസ്സിലായില്ല? എന്റെ പേര് രാഘവന്ന. കുറച്ച് ദൂരെന്നാ. അത്തിക്കാട്ട് രാഗമാഷ് എന്ന് നാട്ടുകാർ പറയും. ആ മാസിന്റെ പൈസ ഞമ്മളെ കൈമിൽ വന്നേ. പത്രത്തിൽ വായിച്ചിനി. മോനെ കുടുംബത്തെ ഒന്ന് കാണാൻ വന്ന. എല്ലാ ഐശ്വര്യം ഉണ്ടാവും. കേറിയിരിക്കും മാഷേ. ഇരിക്കുന്നില്ല, ഇച്ചിരി തിരക്കുണ്ട്. ഓ എന്തത്? ഇതെന്റെ സന്തോഷത്തിനാ 50,000 രൂപ ഉണ്ട്. അല്ല മാഷേ, ഇതിന് വേണ്ട. മാഷ് വന്നില്ലേ അതെന്നെ സന്തോഷം. അല്ല, അടുത്തും പറ്റി പിരിഞ്ഞപ്പോ കിട്ടിയ കാശും കുറച്ച് പെൻഷൻ കാശും കിട്ടിയപ്പോ ബാങ്കിലിട്ടതാ. മോന് ബിസിനസ്സിൽ ഇറങ്ങാൻ 2 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോ എടുത്തതാ. ഓനിപ്പോ 1.5 ലക്ഷം ആയാലും മതി. എന്ത് കിട്ടിയാലും കാര്യമില്ല. കടലിൽ കായ കലയ്ക്കാൻ മാതിരിയാ. ഇതെന്റെ സന്തോഷത്തിനാ, പിടിക്കണം. എന്താണ് മാഷങ്ങള്? മാഷി ചായ ഒന്നും കുടിച്ചില്ല. വേണ്ട, ചായ വേണ്ട, ചായ വേണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കണ്ടടി, ഇങ്ങനെയാണ് പടച്ചോനൊരൊന്ന് കൊണ്ടുതരിക. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. MIT മൂസ